77 വയസ്സായി. ഈ വയസ്സുകാലത്തും ഇത്രയും ദിവസങ്ങൾ 125 ദിവസം, ഇന്ന് 26ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈ നിരാഹാരത്തിൽ ഞാനിരിക്കണത്. പാടുണ്ടായിട്ടല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട് ചോര വെള്ളമായി നേടിയെടുത്ത ഞങ്ങളുടെ ഭൂമിക്ക് വേണ്ടി. തുടക്കം മുതലേ നമ്മളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് എംപിമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വന്ന് നിലപാട് പറഞ്ഞു പോയിട്ട് അപ്പോൾ തന്നെ 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് നിലപാട് മാറ്റിയ എംപിമാരും നമ്മൾക്കുണ്ട്. ഇവിടെ പറയുന്നത് നിങ്ങളോട് പറയുന്നതാണോ അവര് പാർലമെന്റിൽ പറയുന്നത്? അല്ല, ഞങ്ങളോട് ഇവിടെ ഒരു കാര്യം പറയും, ഈ ഗേറ്റിന് പുറത്തിറങ്ങിയ അവരപ്പോൾ മാറ്റി പറയും. അന്നം വിളമ്പും കൈകൾ കൊണ്ട് പ്ലക്കാർഡ് എഴുതിച്ചവരെ നിങ്ങൾക്കുള്ള മറുപടി ഞങ്ങൾ വോട്ട് വരുമ്പോൾ തന്നോളാം. ഇത് തന്നെയായിരിക്കും അവർ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ ഈ കടലിൻ്റെ മക്കൾ കൊടുക്കാൻ പോണ ഒരു മുന്നറിയിപ്പ്. അവർക്കുള്ള മറുപടി ഞങ്ങൾ വോട്ട് വരുമ്പോൾ കൊടുത്തോളാം. ബാലറ്റ് പേപ്പറിലൂടെ ഞങ്ങൾ കൊടുത്തേക്കാം. 45 വർഷമായി LDFിന് വോട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഞങ്ങളുടെ ഈ വിഷയം വന്നിട്ട് ഞങ്ങളെ സഹായിക്കാൻ ഈ 2 പാർട്ടി ഉണ്ടായില്ല. കേരളത്തിൽ മുനമ്പം എന്നൊരു തീരദേശം മാത്രമാണോ വഖഫ് ക്ലെയിം ചെയ്തത്? കേരളത്തിൽ പല സ്ഥലത്തുണ്ട്. കോഴിക്കോടുണ്ട്, പിന്നെ കണ്ണൂർ പറയാനുണ്ട്, പല സ്ഥലങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ചാവക്കാടുണ്ട്. ഡിഫൻസും ഈ ഇതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെയിൽവേയും കഴിഞ്ഞാൽ 3ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ അത്രയും ലാൻഡ് അവരുടെയാണെന്ന് പറയുമ്പോൾ പിന്നെ നമ്മളൊക്കെ എവിടെ പോകും? ഞങ്ങളൊരു സമുദായത്തിനെതിരെയുള്ള സമരമല്ല. മുനമ്പം ജനതയെക്കുറിച്ച് പഠിക്കാതെ പലരും ഇതേപോലെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ മറ്റുള്ള സമുദായങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തിയപ്പോഴും ഞങ്ങളിപ്പോഴും ഞങ്ങൾ മറ്റുള്ള സമുദായങ്ങൾക്കെതിരെയല്ല ഞങ്ങളുടെ സമരം. ഞങ്ങൾ കിടപ്പാടത്തിന് വേണ്ടിയുള്ള സമരമാണ്, ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഇടതും വലതും ആർക്കൊപ്പം? കിടപ്പാടം നഷ്ടപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പമോ അതോ വോട്ട് ബാങ്ക് നൽകുന്ന ശക്തികൾക്കൊപ്പമോ? ഇന്ന് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ ഈ സമരപ്പന്തലിന് മുന്നിൽ നിന്ന് നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത അമെൻഡ്മെന്റ് ബില്ല് പാസ്സായി എന്ന വാർത്തയാണ്. എന്തുകൊണ്ടാണ് മുനമ്പംകാർ അതിനു വേണ്ടി ഇവിടെ ഇത്രയും ദിവസങ്ങൾ സമരം ചെയ്യുന്നത്? അവർ തന്നെ പറയുന്ന വാക്കുകൾ കേൾക്കാം. വിലയെടുത്ത് ഞങ്ങൾ വാങ്ങിയ ഭൂമിയാണിത്. ഞങ്ങൾ ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. ഞങ്ങൾക്ക് ഇത് വാങ്ങാനുള്ള നിവൃത്തിയൊന്നുമില്ല. അന്ന് ഞങ്ങളുടെ ഉള്ള സ്വർണങ്ങളും ഞങ്ങൾ കഷ്ടപ്പെട്ട പൈസയും എല്ലാം കൂട്ടി വെച്ചിട്ടാണ് ഈ ഭൂമി ഞങ്ങൾ വാങ്ങണത്. വാങ്ങി 36 വർഷം എൻ്റെ കൈവശത്തിലിരിക്കുന്ന ഭൂമിക്കാണ് ഇന്ന് വഖഫ് എന്ന ആ നിയമത്തിൻ്റെ കടന്നുകയറ്റം ഉണ്ടായേക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഈ പ്രദേശത്തുള്ള എല്ലാ നാനാജാതി ജാതികളും ഈ പ്രദേശത്തുണ്ട്. അവർക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. ഞങ്ങൾ സമ്പന്നരല്ല, മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങളുടെ ജീവിതവും ജീവിത ഉപാധിയും മുട്ടിച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ് വഖഫ് നിയമം അവരവകാശപ്പെടുന്നത്. ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞുള്ളൂ ഈ വഖഫ് എന്ന വാക്ക് തന്നെ ഞങ്ങൾ കേട്ടിട്ട്. ഫറൂഖ് കോളേജായിട്ട് ഞങ്ങൾ കേസ് പറഞ്ഞ് ഞങ്ങൾ കാശ് കൊടുത്ത ഭൂമിയിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അത് ഞങ്ങളുടെ മേലുള്ള, ഞങ്ങളുടെ അവകാശത്തിൻ്റെ മേലുള്ള ഒരു തട്ടിപ്പറി, ഒരു കൊള്ള എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എനിക്ക് 77 വയസ്സായി. എനിക്ക് 40 വയസ്സുള്ളപ്പോഴാണ് ഈ ഭൂമി ഞാൻ വാങ്ങുന്നത്. 77 വയസ്സായി. ഈ വയസ്സുകാലത്തും ഇത്രയും ദിവസങ്ങൾ 125 ദിവസം, ഇന്ന് 26ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈ നിരാഹാരത്തിൽ ഞാനിരിക്കണത്. പാടുണ്ടായിട്ടല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട് ചോര വെള്ളമായി നേടിയെടുത്ത ഞങ്ങളുടെ ഭൂമിക്ക് വേണ്ടി. നിങ്ങൾ ഈ വാർത്ത കേൾക്കാൻ വേണ്ടി, ഇന്നത്തെ ഈ വാർത്ത കേൾക്കാൻ വേണ്ടി മാസങ്ങളോളമായിരിക്കണം. 172 ഈ സമരം തുടങ്ങിയത് അന്ന് ഞങ്ങൾക്ക് ഉള്ള പ്രതീക്ഷ ഈ ഭേദഗതി ബില്ല് തന്നെയാണ്. ഇവിടെ പല പല വാഗ്ദാനങ്ങളും മോഹങ്ങളും ഞങ്ങൾക്ക് തന്നു പോയി പലരും. അന്ന് വരെ ഞങ്ങളത് മനസ്സിലാക്കിയിരുന്നു. ഇതുകൊണ്ടൊന്നും അതൊരു ശാശ്വത പരിഹാരമില്ല. ഈ കേന്ദ്ര ഗവൺമെൻറ് എടുത്തേണ ഭേദഗതി ബില്ല് തന്നെയാണ് ഞങ്ങൾ ആശ്രയിച്ചിരുന്നത്. അതിലൂടെ ഞങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. അതൊക്കെ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയങ്ങളെന്നൊക്കെ പറഞ്ഞ് പലരും വന്നുവിടാം. അവസാന തുള്ളി രക്തം വരെ ഇതിനു വേണ്ടി പോരാടുമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ മനസ്സിലാക്കി അതൊന്നും കൊണ്ട് ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിക്കാൻ പോണ ഈ ബില്ലാണ് ഞങ്ങളുടെ ഈ കണ്ണീര് തുടക്കാൻ പോണ ഇത്. അത് ഈ കടലിൻ്റെ മക്കളുടെ കണ്ണീര് തുടക്കണമെങ്കിൽ ഇന്നത്തെ ബില്ല് പാസ്സായി വരണം. ഇതിപ്പം ഇപ്പൊ ഈ അമെൻഡ്മെന്റ് ബില്ല് എന്ന് പറയുന്ന ഒരു സംഗതി മതേതരത്വത്തിനുള്ളൊരു വെല്ലുവിളിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തോന്നുന്നു. അതെങ്ങനെയാണ്? അത് സാധാരണ ന്യൂനപക്ഷങ്ങൾക്ക് ഗുണകരമല്ല ആവുള്ളൂ. അത് എല്ലാ സാധാരണക്കാർക്കും, പ്രത്യേകിച്ച് പാവപ്പെട്ട മുസ്ലിംസിന് തന്നെ എടുത്ത് പറയാം, അവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു ബില്ലാണ് ഇത്.
അതുകൊണ്ട് അതെന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ 10-16 കോടി രൂപയാണ് കേന്ദ്ര ബഡ്ജറ്റിലേക്ക് ചെല്ലേണ്ട സാധനം അവർ ബോർഡിലേക്ക് പോണത്. സാധാരണക്കാരിൽ എത്തുന്നില്ല. അത് എന്നിട്ടും ഇവിടെ പട്ടിണി അവർ മുസ്ലിങ്ങൾ, പാവപ്പെട്ട മുസ്ലിങ്ങൾ ഇന്നും കിടക്കണം. ബോർഡാണെങ്കിൽ ആസ്തികൾ കൂടിക്കൊണ്ടിരിക്കട്ടെ. ഉണ്ടാവുള്ളൂ. ഈ ബില്ലിലുണ്ടല്ലോ അത്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച്, നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടെ നിന്ന് പോയ 19 MP-മാർ ഈ ബില്ലിനെ എതിർത്താണ് ഇപ്പോൾ പാർലമെന്റിൽ സംസാരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? അവരിങ്ങോട്ട് പറ്റും. അവർക്കുള്ള മറുപടി, ഞാൻ പണ്ട് ഇവിടെ സമരം തുടങ്ങിയിടയ്ക്ക് തന്നെ സ്ത്രീകളുടെ ഒരു പ്രകടനം നടത്തി ഇവിടെ വനിതകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് അന്ന് ഞാനൊരു മുദ്രാവാക്യം വിളിച്ചിരുന്നു ചേച്ചി. എങ്ങനെ അന്നം വിളമ്പും കൈകൾ കൊണ്ട് പ്ലക്കാർഡ് എഴുതിച്ചവരെ നിങ്ങൾക്കുള്ള മറുപടി ഞങ്ങൾ വോട്ട് വരുമ്പോൾ തന്നോളാം. ഇത് തന്നെയായിരിക്കും അവർ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ ഈ കടലിൻ്റെ മക്കൾ കൊടുക്കാൻ പോണ ഒരു മുന്നറിയിപ്പ്. അവർക്കുള്ള മറുപടി ഞങ്ങൾ വോട്ട് വരുമ്പോൾ കൊടുത്തോളാം. ബാലറ്റ് പേപ്പറിലൂടെ ഞങ്ങൾ കൊടുത്തേക്കാം. ഞങ്ങൾക്കത് മനസ്സിലാകണില്ല. ഞങ്ങൾ ഈ വർഗീയ കലാപത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കണം. ഞങ്ങൾ ഇത്രയും നാൾ ജനിച്ച കാലം തുടങ്ങി, അതായത് വോട്ടവകാശം ഉണ്ടായ കാലം തുടങ്ങി ഞങ്ങൾ ഈ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അല്ല അപ്പൂപ്പനായിട്ട് വന്ന് താമസിക്കുന്ന സ്ഥലമാണിത്. 100 ചില്ലാൻ വർഷത്തിൻ്റെ ഒരു പാരമ്പര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റും. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുന്നതാണ്. ഇത് ഞങ്ങൾ നേരത്തെ ഇതിൻ്റെ കഥ പറയണമെങ്കിൽ ഒരുപാടുണ്ട്. കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ റോഡുണ്ടായിരുന്നില്ല, നല്ല വെള്ളം കിട്ടൂലായിരുന്നു, പാലം ഉണ്ടായിരുന്നില്ല. സീവാളൊക്കെ എൻ്റെ ഓർമ്മയിൽ തന്നെ വന്നേക്കണതാണ്. ഇതൊന്നും ആയിരുന്നില്ല. ഇപ്പം ചിറായി വെച്ചും മറ്റുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ആയപ്പോൾ അവരിത് പിടിച്ചെടുക്കാൻ നോക്കിയാണ്. കാശ് കൊടുത്ത് വാങ്ങിച്ചത്. ഞങ്ങൾക്ക് അന്ന് ഇവിടുന്ന് പോകാൻ പറ്റൂല. ഇപ്പോഴും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഇവരെന്തോരം തന്നെ ശ്രമിച്ചാലും ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കി ഞങ്ങൾ. കാരണം ഇത് ഏതെങ്കിലും വിധത്തിൽ ഞങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്ക് ഇത് തരാൻ വേണ്ടിയിട്ട് മന്ത്രിമാരുടെയും ഇതെല്ലാം ഞങ്ങളെ സഹായിക്കാമെന്ന് പറയുന്നതല്ലാണ്ട് ഇവിടുന്ന് ഒരു വാക്ക് പറഞ്ഞുകൊണ്ടും പുറത്തു പോയി കഴിഞ്ഞാൽ അവർ വേറെ ഇതാണ് ചെയ്യുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ MP വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഞങ്ങളോട് പറയും. ഇവിടെ നിങ്ങളോട് പറയുന്നതാണോ അവർ പാർലമെന്റിൽ പറയുന്നത്? അല്ല, ഞങ്ങളോട് ഇവിടെ ഒരു കാര്യം പറയും, ഈ ഗേറ്റിന് പുറത്തിറങ്ങിയ അവരപ്പോൾ മാറ്റി പറയും. കേരളത്തിൽ മുനമ്പം എന്നൊരു തീരദേശം മാത്രമാണോ വഖഫ് ക്ലെയിം ചെയ്തത്? അല്ല, കേരളത്തിൽ പല സ്ഥലത്തുണ്ട്. കോഴിക്കോടുണ്ട്, പിന്നെ കണ്ണൂർ പറയാനുണ്ട്, പല സ്ഥലങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ചാവക്കാടുണ്ട്, പിന്നെ ഈ ചെല്ലാനത്തുണ്ട്. എനിക്ക് എൻ്റെ അറിവിൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ അറിയാം. പിന്നെ നമ്മുടെ പാർലമെൻറ്റ് മന്ദിരമൊക്കെ പറയുന്നുണ്ടല്ലോ, ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ എന്തോരം സ്ഥലത്ത് വഖഫിന് 3-ാം സ്ഥാനമാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഫൻസും ഈ ഇതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെയിൽവേയും കഴിഞ്ഞാൽ 3-ാം സ്ഥാനമാണെന്ന് പറഞ്ഞാൽ അത്രയും ലാൻഡ് അവരുടെയാണെന്ന് പറയുമ്പോൾ പിന്നെ നമ്മളൊക്കെ എവിടെ പോകും? ഇത് അവസാനിച്ചില്ലെങ്കിൽ ഇത് കുറേ നാൾ കഴിയുമ്പോൾ അവരുടെ ഉദ്ദേശം 47-ലായതുകൊണ്ടും ഇവർ മുസ്ലിം രാഷ്ട്രമാക്കി ഭരിക്കാനുള്ള ഒരു പുറപ്പാടിലാണ് ഇവർ നടക്കണം. അതിന് വേണ്ടിയുള്ള ചരടുവലിയാണ് നടക്കണം. അതൊന്നും ഞങ്ങളെങ്ങനെയാലും വിട്ടു. ദൈവാനുഗ്രഹിച്ച് ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 15 വർഷമായിട്ട് ഞാൻ കരൾ പേഷ്യൻ്റാണ്. അമൃത ഹോസ്പിറ്റലിലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രശ്നം തുടങ്ങിയ പിന്നെ എൻ്റെ മോന് ഒരു ആക്സിഡൻറ്റ് പറ്റി. ഓട്ടോറിക്ഷ ഓടിക്കുകയും അവന് ഒരു 5.5 ലക്ഷം രൂപ ഓപ്പറേഷന് വേണ്ടി വന്നു. ഇത് എനിക്ക് ഈ ഭൂമി പണയം വെച്ചിട്ട് വേണം. എനിക്ക് അവനൊന്ന് നട്ടലിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. 6 സ്ക്രൂ പുറം വെച്ച് ഇപ്പോഴും ഇരിക്കുകയാണ്. ഇത് ലോൺ ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ കരടക്കാൻ ചെന്നത്. ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ സ്ക്രൂ പുറത്തിരിക്കുകയാണ്. 2.5 കൊല്ലമായി. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് തന്നെ വിചാരിച്ച് അവിടെ നിന്ന് പോകുന്നു ഞാൻ. പക്ഷേ ഞാൻ പോയാൽ പിന്നെ എൻ്റെ ഭാര്യയും മോനും കഷ്ടത്തിലാവില്ലേ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അന്നത്തെ സ്ഥിതിന് തോന്നിയത് മനസ്സിൽ. 45 വർഷമായി LDFിന് വോട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഞങ്ങളുടെ ഈ വിഷയം വന്നിട്ട് ഞങ്ങളെ സഹായിക്കാൻ ഈ 2 പാർട്ടി ഉണ്ടായില്ല. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇപ്പോൾ BJP മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു സമുദായത്തിനെതിരെയുള്ള സമരമല്ല. മുനമ്പം ജനതയെക്കുറിച്ച് പഠിക്കാതെ പലരും ഇതേപോലെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ മറ്റുള്ള സമുദായങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തിയപ്പോഴും ഞങ്ങളിപ്പോഴും ഞങ്ങൾ മറ്റുള്ള സമുദായങ്ങൾക്കെതിരെയല്ല ഞങ്ങളുടെ സമരം. ഞങ്ങൾ കിടപ്പാടത്തിന് വേണ്ടിയുള്ള സമരമാണ്, ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടിയുള്ള സമരമാണ്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നതൊന്നും ഞങ്ങളുടെ മുമ്പിൽ വില പോകില്ല. കാരണം ഞങ്ങളുടെ സമരം സത്യസന്ധമാണെന്ന് ഇന്ന് ഭാരതത്തിലെ ഓരോ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. എതിർക്കുമെന്ന് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. കാരണം തുടക്കം മുതലേ നമ്മളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് MP-മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വന്ന് നിലപാട് പറഞ്ഞു പോയിട്ട് അപ്പോൾ തന്നെ 24 മണിക്കൂറാകുന്നതിന് മുമ്പ് നിലപാട് മാറ്റിയ MP-മാർ നമ്മൾക്കുണ്ട്. ഞങ്ങൾക്ക് ആകെയുള്ളൊരു അപേക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം വരെ ഞങ്ങളെ പിന്തുണച്ചിട്ടില്ല. ഈ സമയം വരെ മുനമ്പം ജനതയെ അടിച്ച് താഴ്ത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇനിയുള്ള കുറച്ച് സമയം ഞങ്ങളോടൊപ്പം അവർ നിന്നാൽ ഞങ്ങൾ രക്ഷപ്പെടും. അപ്പോൾ അതല്ല എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ
ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും പാർലമെന്റിൽ ഇത് പാസ്സാകുമെന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഒറ്റ ഉറപ്പിന്മേലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. 6 മാസത്തിനുള്ളിൽ ഒരു പ്രത്യേക തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ വലിയൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു മാറ്റം ചിലപ്പോൾ മുൻപത്തു നിന്നായിരിക്കും ആരംഭിക്കുന്നത്. വഖഫ് അമെൻമെന്റ് ബില്ലിനെ എതിർക്കുന്നവർ ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും വർഗീയ കലാപത്തിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു തീപ്പൊരിയാണെന്നും ഒക്കെ ന്യായീകരിക്കുന്ന ആളുകൾ 100-ലധികം ദിവസങ്ങളായി പ്രായഭേദമന്യേ ഇവിടെ സമരം ചെയ്യുന്ന ഈ സാധാരണക്കാരെ കാണണം. ഒരൊറ്റ ആവശ്യമേ അവർക്കുള്ളൂ, അവരുടെ കിടപ്പാടം നഷ്ടപ്പെടരുത്. അവർ പോരാടുന്നത് അവരുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഏതൊരു പൗരനും അവൻ ജനിച്ചു വളർന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഉണ്ട എന്ന സിനിമയിൽ ക്ലൈമാക്സിൽ മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇനി ഏത് നേതാവ് വന്നാലും നീ ജനിച്ച മണ്ണ് നിനക്കുള്ളതാണ്, അവിടെ നിന്നും മരണം വരെ ഇറങ്ങി കൊടുക്കാതിരിക്കാൻ പോരാടണമെന്ന്. ആ പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ജനങ്ങളെ നമുക്കിത് കണ്ടില്ലെന്ന് നടിക്കാനാവുക? ഇന്ന് ഇവരുടെ വീടുകളിലേക്ക് കയറി വന്ന വഖഫ് ബോർഡ് നിങ്ങളുടെ പടി കടന്നെത്താൻ അധികം സമയം വേണ്ട. ചിന്തിക്കൂ.